الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ഖുർആൻ പഠനത്തിനുള്ള പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ഗ്രാമർ ക്ലാസ്സിൽ നാം ഇന്നയും അന്നയും കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നയും അന്നയും കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ നേരെ വിരുദ്ധമായ നിയമമുള്ള വിപരീതമായ നിയമമുള്ള കാനയെയാണ് പരിചയപ്പെടുന്നത്. കാന വഹവാത്തുഹ എന്ന് പറയും. കാനയ്ക്ക് കുറേ സഹോദരിമാരുണ്ട്. ഇന്നെ പോലെയല്ല, കുറെ കൂടെ സഹോദരിമാര് കൂടുതലുള്ളതാണ് കാന. കാനയും ഇന്നയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, കാന ഒരു ക്രിയയാണ്. നമ്മൾ പഠിച്ചു കാന, കാനു, കുന്ത, കുന്തും. അപ്പൊ എന്താണ്? പ്രത്യേക രൂപഭേദങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് കാന. ഇന്നയാണെങ്കിൽ ഒരു അവ്യയമാണ്. അതിന് മാറ്റങ്ങളും മാറി വരുന്ന രൂപഭേദങ്ങളൊന്നുമില്ല. അതെന്തോ ആകട്ടെ, ഗ്രാമറിൽ അതിൻ്റെ നിയമം അതാണ്. കാന വരുമ്പോൾ, എന്തുകൊണ്ടാണ് കാന ഒരു ക്രിയ എന്ന് പറയാൻ കാരണം, കാന വരുമ്പോൾ കാനയുടെ ക്രിയാരൂപഭേദങ്ങളിൽ ഏത് വന്നാലും ഇത് തന്നെയാണ് നിയമം. കാനയായിരുന്നാലും കാനുവുമായിരുന്നാലും ഒക്കെ ഒന്ന് തന്നെയാണ് നിയമം. ഇപ്പൊ നമ്മൾ കുറച്ച് പരിഭവിക്കുന്നുണ്ടാകാം, അതിൻ്റെ രൂപഭേദങ്ങളൊക്കെ വന്നാൽ എന്തായിരിക്കുമെന്ന്. അത്രയൊന്നും കോംപ്ലിക്കേഷനായ രീതിയിൽ ഖുർആനിൽ കാന വന്നിട്ടില്ല. നമ്മൾ പറയുന്ന രീതിയിൽ കാനയുടെ രൂപഭേദങ്ങളൊക്കെ വരും. പിന്നെ എന്താണെന്ന് അറിയാൻ പറ്റൂല്ലേ? ഗ്രാമറിന്റെ സ്ഥാനം എന്താണെന്ന് അറിയാമോ? അങ്ങനെയൊന്നുള്ള പ്രശ്നം ഖുർആനിനെ സംബന്ധിച്ചോളം ഇല്ല. കാരണം എന്താണ്? ഖുർആൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലുള്ളതാണ്. വലം യജ്അൽ ലഹു ഇവജ, അതിലൊരു കോംപ്ലിക്കേഷനും ഉണ്ടാക്കി വെച്ചിട്ടില്ല. മാത്രമല്ല, മറ്റൊരു സംഗതി, മിൻഹു ആയാത്തും മുഹ്കമാത്ത് എന്ന് പറഞ്ഞു. അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൂക്തങ്ങളുണ്ട്. ഉന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആന്റെ കാതൽ. അല്പസ്വല്പം നമുക്ക് വ്യാകരണമോ എന്തെങ്കിലും സംഗതി മനസ്സിലായില്ലെങ്കിലും അതെന്തല്ല, ഉമ്മുൽ കിതാബല്ല, ഖുർആന്റെ കാതലല്ല, മറിച്ച് എന്താണ്, നമുക്ക് സാവധാനം മനസ്സിലായാലും കുഴപ്പമില്ല. ശരി, അപ്പൊ കാന എന്താണ് നിയമം? ഉദാഹരണം നമുക്ക് നോക്കാം. ഈ കാന ഇന്നയൊക്കെ പഠിപ്പിക്കും എപ്പോഴും. നെഹൽവാദി എന്ന് പറയുന്ന ഒരു അറബി ഗ്രാമർ പുസ്തകമുണ്ട്. നെഹൽവാദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് അനറബി പശ്ചാത്തലത്തിൽ അല്ല, പ്ലൂറൽ സൊസൈറ്റിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു വ്യാകരണ പുസ്തകമാണ്. പ്ലൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാ മതവിഭാഗം ആൾക്കാരും ഉണ്ട്. എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഖുർആൻ അതിന്റെ സാഹിത്യ സമ്പുഷ്ടമായ ഒരവസ്ഥയിലുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഗ്രാമർ പഠിക്കാമെന്നൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം മുസ്ലിങ്ങൾ ഒന്നിനെയും അടിച്ചേൽപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നെഹൽവാദിയിൽ കുറവാണ്. അപ്പൊ നെഹൽവാദിയിൽ തന്നെ ഉദാഹരണം കൊടുത്തിരിക്കുന്ന അൽ ബുസ്താൻ ജമീലുൻ, അറബി ഉള്ള ഒരു വാക്കാണ്. അൽ ബുസ്താൻ ജമീൽ, ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ. ബുസ്താൻ പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. കാന വന്നാൽ കാനൽ ബുസ്താനു ജമീലൻ. നേരത്തെ പറഞ്ഞ ഇന്ന വന്നാൽ ഇന്നൽ ബുസ്താന ജമീലുൻ എന്നാണ് വരിക. കാന വന്നാൽ എന്താവും? കാനൽ ബുസ്താനു. അപ്പൊ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ലമ്മാണ് എന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുക നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, കാരണം എല്ലാ നാമത്തിന്റെയും അവസാനം ലമ്മാണ്. നമ്മൾ എന്ത് ചെയ്യണം? ലമ്മ കൊടുക്കാൻ പറയണ്ട, ലമ്മാണെന്ന് ഉറപ്പുവരുത്തുക. അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആക്കുക.
രണ്ടാം ഭാഗം, അതായത് കാന ഉപയോഗിച്ച് പറയുന്ന, ഇപ്പൊ കാന ഉപയോഗിച്ച് ബുസ്താനെ കുറിച്ചാണ് പറയുന്നത്. ബുസ്താനെ കുറിച്ച് എന്ത് പറഞ്ഞു? ബുസ്താൻ മനോഹരമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന് എന്ത് ചെയ്യുക? നെസ്ബ് കൊടുക്കുക, അല്ലെങ്കിൽ ഫത്തഹ് ചെയ്യുക. ഇന്ന പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമായ സംഗതി, വിപരീതമായ. അത് നമുക്ക് ഖുർആനിലെ ഉദാഹരണം നോക്കാം. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള അൽ ബഖറയില് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. പ്രകാരം ഇന്നൊന്നുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അപ്പൊ ഇവിടെ നാമവാക്യമാണ്, അള്ളയെ കുറിച്ചാണ് പറയുന്നത്. അള്ളയെ കുറിച്ച് എന്ത് പറയുന്നു? ബസീറാണെന്ന് പറയും. ഇതാണ് അതിന്റെ പദഘടന. അള്ളയെ കുറിച്ചാണ് പറയുന്നത്. അള്ളയെ കുറിച്ച് എന്ത് പറയുന്നു? ബസീറാണ്. ഇടയിൽ അതിനെ വ്യക്തമാകുന്നതിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ഉണ്ട്. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. ബസീർ സൂക്ഷ്മമായി കാണുന്നതാണ്. അപ്പോ അള്ളയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നാമവാക്യം അതിന്റെ പ്രഥമ ഭാഗം അള്ളയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അള്ളയെ കുറിച്ച് എന്ത് പറയുന്നു? ബസീറാണ്. ഇനി കാന വന്നാൽ കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അഹ്സാബ് അധ്യായത്തിൽ അത് കാണാം. കാന വന്നിട്ടുള്ള ഇതേ സംഗതി തന്നെ. നേരത്തെ വന്ന വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നതിന് തന്നെ കാന ഉപയോഗിച്ചിട്ടും വന്നു. കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അപ്പൊ കാന ഉപയോഗിച്ച് ആരെ കുറിച്ച് പറയുന്നു? എന്തിനെ കുറിച്ച് പറയുന്നു? അള്ളയെ കുറിച്ച് പറയും. അപ്പോ അതിനെ എന്ത് ചെയ്യുന്നു? ആ പ്രഥമ ഭാഗം അതിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിന് ലമ്മുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാന അല്ലാഹു ലമ്മുണ്ട്. ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എന്താണ്? അള്ളയെ കുറിച്ച് എന്താ പറയുന്നത്? ബസീറ, സൂക്ഷ്മമായി കാണുന്നവനാണ്, നന്നായി കാണുന്നവനാണ്. ഇപ്പൊ എന്ത് ചെയ്തു? അതിന് പത്ത് കൊടുത്തു, അല്ലെങ്കിൽ നെസ്ബ് ചെയ്തു. അന്ത്യത്തിൽ പത്ത് കൊടുക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? നെസ്ബ് ചെയ്യുക എന്നതാണ് ഗ്രാമറിന്റെ പ്രയോഗം. കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അപ്പൊ അതിന് നെസ്ബ് കൊടുക്കുമ്പോൾ നമ്മൾ തൻവീനുള്ള പദമാണെങ്കിൽ തൻവീനുണ്ട്. തൻവീൻ ഉണ്ടെങ്കിൽ, ഫത്തഹ് തൻവീൻ ആണെങ്കിൽ ഒരു അലിഫ് സപ്പോർട്ടായിട്ട് കൊടുക്കണം. ഫത്തഹ് തൻവീൻ ആണെങ്കിൽ ഒരു അലിഫ് സപ്പോർട്ടായിട്ട് കൊടുക്കണം. അത് ഭാഷയിലുള്ള പൊതു നിയമമാണ്. ഏത് നാമത്തിനും അലിഫ് വന്നാൽ, ഏത് നാമത്തിന്റെയും അവസാനം ഫത്തഹ് തൻവീൻ വന്നാൽ അതിന് അലിഫ് സപ്പോർട്ടായിട്ട് കൊടുക്കും. ബസീറൻ എന്ന് വന്നാൽ അലിഫ് സപ്പോർട്ടായിട്ട് കൊടുക്കണം. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂർ റഹീം എന്ന് ഒരു സ്ഥലത്ത് കാണാം. കാന ഉപയോഗിച്ചിട്ടാണെങ്കിൽ, അപ്പൊ അല്ലാഹു ഗഫൂർ റഹീം എന്താന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമവാക്യമാണ്. അതില് ആരെ കുറിച്ചാണ് പറയുന്നത്? അള്ളയെ കുറിച്ചാണ് പറയുന്നത്. അള്ളയെ കുറിച്ച് എന്ത് പറയുന്നു? ഗഫൂർ ആണ് എന്ന് പറയും. അപ്പൊ അള്ളാഹ് എന്നത് ആ വാക്കാണ് പ്രഥമ ഭാഗം. അതിന്റെ കൺക്ലൂഷൻ ഭാഗമാണ് ഗഫൂർ. അതിന്റെ കൂടെ റഹീമും കൂടെ ചേർത്താണ് ഗഫൂറുൻ റഹീം. അപ്പൊ കാന വന്നാൽ എന്തായി? വകാന അല്ലാഹു ഗഫൂറർ റഹീമ. കാന വെച്ചിട്ട് അള്ളയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ അള്ളാഹ് എന്ന വാക്കിന് ചെയ്യുക, ലമ്മുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു? ഗഫൂറൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു? നെസ്ബ് കൊടുത്തു, ഗഫൂറൻ എന്ന് പറഞ്ഞു. പിന്നെ ഫത്തഹ് തൻവീൻ ആയതുകൊണ്ട് അലിഫ് സപ്പോർട്ടായിട്ട് കൊടുത്തു. അതിന്റെ കൂടെ ചേർത്തതാണ് റഹീമൻ. അല്ലാഹു ഗഫൂറുമാണ്, റഹീമുമാണ്. അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കാരുണ്യവാനുമാണ്, അല്ലെങ്കിൽ കരുണാനിധിയുമാണ്. അതേപോലെ വല്ലാഹു അലീമുൻ ഹകീം. അപ്പൊ എന്താണ്? നാമവാക്യമാണ്. അള്ളയെ കുറിച്ചാണ് പറയുന്നത്. അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു? അലീമാണ് എന്ന്. അതാണ് വാക്യം. അതിന്റെ കൂടെ ഹക്കീമും കൂടെ ചേർത്താണ്. വല്ലാഹു അലീമുൻ ഹകീം. കാന വന്നതാണെങ്കിൽ വകാന അല്ലാഹു അലീമൻ ഹകീമ. വകാന അല്ലാഹു അലീമൻ ഹകീമ. അപ്പോ കാന ഉപയോഗിച്ചിട്ട് അള്ളയെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് ലമ്മുണ്ട്. അലീമൻ എന്ന് അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു? അലീമാണെന്ന് പറഞ്ഞു, നന്നായി അറിയുന്നവനാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്തുണ്ട്? ഫത്തഹുണ്ട്. പിന്നെ തൻവീൻ ആയതുകൊണ്ട് ഫത്തഹ് തൻവീൻ വന്നാൽ അലിഫ് സപ്പോർട്ടിങ് ആണ്ട് കൊടുത്തു. ഹക്കീമൻ, യുക്തിമാനുമാണ്. അതോടൊപ്പം അലീമിനോടൊപ്പം ബന്ധപ്പെടുത്തി. അപ്പൊ അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു? അലീമാണ് എന്ന് പറഞ്ഞു. അതിനെന്ത് ചെയ്യണം? നെസ്ബ് ചെയ്യണം. അതേപോലെ
وكان أمر الله مفعولا. كان أمر الله مفعولا. എല്ലാത്തിനും നമ്മൾ ഉള്ളതും ഇല്ലാത്ത ഉദാഹരണം നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കാര്യം മനസ്സിലായി. وكان أمر الله ഇതിനെ കുറിച്ചാണ് പറയുന്നത്. كان أمر الله അള്ളാന്റെ കൽപ്പന മഫ്ഊല ഏലാക്കപ്പെടുന്നതാണ്, പ്രവർത്തിക്കപ്പെടുന്നതാണ്. അള്ളാന്റെ കൽപ്പന എന്തിനുള്ളതാണ്? പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. പാരായണം ചെയ്തിട്ട് ഊതാനുള്ളതല്ല. പാരായണം ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മൃതശരീരത്തിന്റെയോ അല്ലെങ്കിൽ അതേപോലെ എവിടെയെങ്കിലും ഓതി തീർക്കാനുള്ളതല്ല. ഞാൻ അമ്രുല്ലാഹി അള്ളാന്റെ കൽപ്പന എന്തിനുള്ളതാണ്? മഫ്ഊലൻ പ്രവർത്തിക്കാനുള്ളതാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അമ്രനെ കുറിച്ചാണ് പറയുന്നത്. അമ്രന് അതിനെന്ത് ചെയ്തു? ലം കൊടുത്തു. പിന്നെ ആരുടെ അമ്രാണ് എന്നാണ്. അപ്പൊ അത് അതിന്റെ വിശദീകരണമാണ്. അമ്രുല്ലാഹി അള്ളാന്റെ അമ്ര. അള്ളാന്റെ അമ്രനെ കുറിച്ച് എന്ത് പറയുന്നു? അത് മഫ്ഊലാണ് എന്ന് പറഞ്ഞു. പ്രവർത്തിക്കപ്പെടുന്നതാണ്. അള്ളാന്റെ കൽപ്പന പ്രവർത്തിക്കപ്പെടുന്നതാണ് മഫ്ഊലൻ. അപ്പൊ അതിനെക്കുറിച്ച് മഫ്ഊലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെന്ത് ചെയ്തു? നെസ്ബ് കൊടുത്തു. തൻവീൻ വന്നതുകൊണ്ട് അലിഫ് സപ്പോർട്ടീവായിട്ട് കൊടുത്തു. അതേപോലെ വകാനൽ ഇൻസാനു അജൂല. കാനൽ ഇൻസാനു അജൂല. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻസാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇൻസാനിന് ലം കൊടുത്തു. പിന്നീട് എന്ത് ചെയ്തു? ഇൻസാനെ കുറിച്ച് എന്ത് പറഞ്ഞു? അജൂലാണെന്ന് പറഞ്ഞു, ധൃതിക്കാരനാണെന്ന്. പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് പഠിക്കണമെന്ന്. പെട്ടെന്ന് പഠിക്കും. ഞാൻ ഒരു ഫലവൃക്ഷത്തിന്റെ തൈ കൊടുക്കാൻ തോന്നും. ഞാനൊരു കർഷകൻ കൂടിയാണ്. ഒരു ഫലവൃക്ഷത്തിന്റെ തൈ കൊടുക്കാം. എത്ര വർഷം കൊണ്ട് കായ്ക്കും? 3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷം കൊണ്ട് അത് കാ പിടിക്കും. ചെറുപ്പത്തിലെ പൊക്കമൊന്നും വേണ്ട, ചെറുപ്പത്തിലെ പിടിക്കും. അത് എന്താ പറഞ്ഞത്? അതിനേക്കാളും 6 മാസത്തിൽ കായ്ക്കുന്നുണ്ടോ? 3 വർഷത്തിൽ അതിന് മുമ്പ് ചിലപ്പോൾ കായ്ച്ചെന്ന് വരാം. പക്ഷെ മനുഷ്യൻ എന്ത് വേണം? 6 മാസത്തിൽ കാ പിടിക്കില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിന് ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതെ. കാരണം പ്രകൃതിപരമായി അള്ളാഹ് എന്ത് സംബന്ധിച്ചിരിക്കുന്നത് അതിന് സാധാരണഗതിയിൽ 3 വർഷത്തിൽ കാ പിടിക്കാനാണ്. നമ്മളതിൻ്റെ എന്ത് ചെയ്യുന്നു? അതിന് നേരത്തെയാക്കും. നേരത്തെയാക്കുമ്പോൾ അതിൻ്റെതായ ഡിഫക്റ്റുകൾ ഉണ്ടാകും. അപ്പോ മനുഷ്യൻ എന്താണ്? ധൃതിക്കാരനാണ്. നേരത്തെ വേണം. കാനൽ ഇൻസാനു അജൂല. അപ്പൊ ഇൻസാനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസാൻ എന്ത് ചെയ്തു? കാന ഉപയോഗിച്ച് ഇൻസാനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇൻസാൻ ലം കൊടുത്തു. ഇൻസാനെ കുറിച്ച് എന്ത് പറയുന്നു? അതിന് നെസ്ബ് കൊടുത്തു, അല്ലെങ്കിൽ പത്ത് കൊടുത്തു. പിന്നീട് പത്ത് തൻവീൻ ആയതുകൊണ്ട് അലിഫ് കൂടി സപ്പോർട്ട് ആയിരുന്നു. കാന ഇൻസാനും അജൂല. ഇതെന്താണ്? മാകാന ഇബ്രാഹിമു. അപ്പൊ കാന പറഞ്ഞു. ഈ കാനയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാന എന്താണ്? കാനയുടെ അർത്ഥം ആയിരുന്നു എന്നാണ്. കാനയുടെ അർത്ഥം ആയിരുന്നു എന്നാണ്. നമ്മളിവിടെ കാനയ്ക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് എല്ലാം എന്താണ്? അള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞു. അള്ളയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ അള്ളയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമുക്ക് ആയിരുന്നു എന്ന അർത്ഥമല്ല എടുക്കുക. കാനയ്ക്ക് 2 അർത്ഥമുണ്ട്. ആയിരുന്നു എന്നും അർത്ഥമുണ്ട്, ആകുന്നു എന്നും അർത്ഥമുണ്ട്. ആകുന്നു അതൊരു പ്രസ്താവനയാണ്. ഒരു കാര്യം പറയുക, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അപ്പൊ അത് വാസ് എന്ന് അല്ല. വാസ് ഇംഗ്ലീഷിൽ വാസ് എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പൊ അള്ളയെ കുറിച്ച് പറയുന്ന എല്ലാം എന്താണ്? ഒരു പ്രസ്താവനയാണ്. അള്ളാഹ് പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അള്ളയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ്. അതേപോലെ കാൻ ഉപയോഗിച്ചാലും കാൻ ഉപയോഗിച്ചില്ലെങ്കിലും ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ യക്കൂനു എന്തുകൊണ്ട് ഉപയോഗിക്കാതിരുന്നത്? അങ്ങനെ ഒരു പദം ഉണ്ടല്ലോ. ഉണ്ട്. യക്കൂന് വരുന്നിടത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇത് പഠിച്ച ഉടനെ എല്ലാ സംഗതിയിലെയും ഉദാഹരണം നമുക്ക് കൊടുക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് ഉറപ്പിക്കുക. ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. എങ്ങനെയാണ് അതിന്റെ ഘടന. പിന്നീട് നമ്മൾ കാനയുടെ ഏത് രൂപം വന്നാലും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ അൽബക്കർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങോട്ടും നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വരും. കാനയുടെ രൂപഭേദങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ കാന എന്ന് ഉപയോഗിക്കുന്നതിന് പകരം യക്കൂനു ഉപയോഗിച്ച് കഴിഞ്ഞാല് അർത്ഥം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയുന്ന രീതിയിലാവല്ലോ. എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാതില്ലല്ലോ? ആകുന്നു, ആകും എന്നല്ല വരുന്നത്.
ഓക്കെ. യക്കൂനുല്ലാഹു, അള്ളാഹു അങ്ങനെ ആകും, അങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെയല്ല എന്ന് വരും. അങ്ങനെ വരും. കാനയുടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷയിൽ ആ ഭാഷയുടെ പ്രയോഗം. ഇപ്പം ഇതെന്തല്ല, ഇത് ആരും എന്ത് ചെയ്തിട്ടില്ല. ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ കോണ്ടംപററി എന്തായാലും അതിന് ആനുകാലികരായ ആൾക്കാർ ആരും ആ ഖുർആന്റെ അവതരണത്തിന് എന്ത് ചെയ്തിട്ടില്ല, ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അതിന് ഇങ്ങനെയല്ല ഭാഷാപരമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ്, കവികൾ അങ്ങനെ പറഞ്ഞിരുന്നു. അതേ കവികൾ, അതായത് അറബി ഭാഷയിൽ അറബി ഭാഷയിൽ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ അലിഫ് ലാം മീം, അതേപോലെ അലിഫ് ലാം റ കാഫ് യ ഐൻ സ്വാദ്, ഇതൊക്കെ പറഞ്ഞ കാര്യം അവർ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അലിഫാത്ത ഉപയോഗിച്ചിട്ടുള്ളതാണ്, നിങ്ങളെ പുതിയൊരു ഭാഷയൊന്നും അല്ല. അപ്പൊ അവിടെയുള്ള കവികളും സാഹിത്യകാരന്മാരും വിദ്യാഭ്യാസ എന്താണ് പറയാ, പിന്നെ ചിന്തകന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഏത് ഭാഷയാണോ അതേ ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതേപോലെ അള്ള എന്ന വാക്കും എന്തല്ല, അവർക്ക് ഒരു പുതിയ സംഭവമല്ല, അവർക്ക് നേരത്തെയുള്ള സംഭവം തന്നെയാണ്. ഒരു പരമേശ്വരനെ അവര് വിശദീകരിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ആ അള്ളയെ കുറിച്ച് പറയുന്ന ശൈലി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വേണ്ട. അപ്പൊ അതുകൊണ്ട് യാതൊരു അസഖ്യത നമുക്ക് വേണ്ടതില്ല. ലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാന പറയുന്നത് കാന ആയിരുന്നു എന്നല്ല, ആകുന്നു എന്നാണ്. അപ്പൊ ലം യക്കുൻ അവിടെ വന്നു, അവനില്ല. അപ്പൊ ലം യക്കുൻ വന്നാൽ പാസ്റ്റ് ടെൻസ് അല്ലേ, ലം വന്നാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അവനില്ലായിരുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ്, അതിൽ പ്രസ്താവനയായിട്ട് അവനില്ല എന്നാണ്. അപ്പൊ അതിനെ അറബികളാരും ചോദ്യം ചെയ്തതുമില്ല. നിങ്ങൾ പറഞ്ഞത് അവനില്ലായിരുന്നു എന്നാണല്ലോ, അപ്പൊ ഇപ്പൊ ഉണ്ടായിരിക്കാം, അങ്ങനെ ആരും അറബികൾ പറഞ്ഞിട്ടില്ല. മദീനയിലും മക്കയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അതായത് ഒന്നിൽ പുനരവതരണമെന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് വാദപ്രതിവാദം നടത്തുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ സംഭാഷണം നടത്തുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് മറുപടിയായിട്ട് ഈ സൂറത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം മുശ്രിക്കുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അഹ്ലു കിതാബിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരാരും എന്ത് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ദൈവത്തെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഈ അള്ളാഹ് എന്ന വാക്ക് അവരുടെ ബൈബിളിലും കാണും. അള്ളാഹ് എന്ന വാക്ക് തന്നെ അങ്ങനെ തന്നെ എഴുതി, അറബി ബൈബിൾ എടുത്തു നോക്കിയാൽ അള്ളാഹ് എന്ന്. അപ്പൊ അത് അസഹ്യതൊന്നും കാണേണ്ടതില്ല, അതങ്ങനെയാണ് അതിന്റെ യൂസേജ്, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു പ്രസ്താവനയായിട്ടാണ് വരിക. അതേപോലെ കാനൻ നാസു ഉമ്മതൻ വാഹിദത്തൻ, ഇവിടെ കാനയുടെ ഒറിജിനൽ മീനിങ് ആണ്. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു. കാനൻ നാസു ഉമ്മതൻ വാഹിദത്തൻ, അപ്പൊ കാന ഉപയോഗിച്ച് നാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നാസിന് ലം കൊടുത്തു, അല്ലെങ്കിൽ റഫ് കൊടുത്തു. ലമ്മിന്റെ ഗ്രമറ്റിക്കൽ പേരാണ് റഫ് എന്ന് പറയുന്നത്. അതായത് ഒരു വാക്കിന്റെ അവസാനം ലമ്മ് വരുന്നു, ഫതഹ് വരുന്നു, കസ്റ് വരുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ലമ്മ് വരുന്നു എന്നതിന്റെ ഗ്രമറ്റിക്കൽ പേരുണ്ട്. അതായത് ഗ്രമറ്റിക്കൽ പേര് എന്ന് പറഞ്ഞാൽ ലമ്മ് അതിന് മുമ്പും വരാം, അന്ത്യത്തിലും വരാം, ഇടയിലും വരാം, തുടക്കത്തിലും വരാം. അതേസമയം റഫ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ അവസാനം വരുന്ന ലമ്മത്തെ അടയാളത്തിനാണ്, ലമ്മത്തിന്റെ സ്ഥാനത്തിനാണ് റഫ് എന്ന് പറയുന്നത്. അപ്പൊ കാനൻ നാസു, അപ്പൊ കാന വന്നത് കാരണമായിട്ട് അതിന്റെ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് റഫ് കൊടുത്തു. പിന്നീട് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്, നാസിനെ കുറിച്ച് എന്ത് പറഞ്ഞു, അത് ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഉമ്മത്തിന്റെ വിശേഷണം വന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ഉമ്മത്ത്, അത് വാഹിദത്തായ ജനങ്ങൾ ഒരൊറ്റ സമുദായമായി, സമൂഹമായി, ഒറ്റ ഉമ്മത്തായി. പിന്നെന്ത് ചെയ്തു, പിന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പൊ അതാ പറഞ്ഞു അന്നാസു ഉമ്മത്തൻ വാഹിദ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആലിഫ് സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവിടെ തന്നെ അതിന്റെ മറുപടി ഉണ്ട്, കെട്ടുള്ള തായിൽ ഒഴികെ. കെട്ടുള്ള തായിൽ എന്തില്ല, പത്ത തന്നെ വന്നാലും അലിഫ് സപ്പോർട്ട് കൊടുക്കണ്ട. അപ്പൊ കെട്ടുള്ള തായ എന്താണ്, സ്ട്രോങ് ആണ്, ഉറച്ചിരിക്കുക. കാരണം എന്താണ്, ടൈഅപ്പ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് കെട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് ഉറച്ചിരിക്കും. അതുകൊണ്ട് എന്ത് വേണ്ട, അലിഫ് വേണ്ട, ഉമ്മത്തൻ വാഹിദത്തൻ. അതേപോലെ അപ്പൊ ഇവിടെ മാക്കാന പറഞ്ഞപ്പോഴാണ് നമ്മൾ ചർച്ച വന്നത്. ഇപ്പൊ കാന വരുന്നത് പോലെ തന്നെ കാനയുടെ നെഗറ്റീവ് യൂസേജും, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, മാക്കാന ആയിരുന്നില്ല. അപ്പൊ
നെഗറ്റീവ് യൂസേജ് വന്നാലും ഇതേ സംഭവം തന്നെയാണ് വരിക. അപ്പൊ മാക്കാനെ ഒരുമിച്ചെടുക്കണം. ആയിരുന്നില്ല, മാക്കാന് ആയിരുന്നില്ല. ആരായിരുന്നില്ല? ആരെ കുറിച്ചാണ് പറയുന്നത്? ഇബ്രാഹിമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇബ്രാഹിമിന് റഫ് ചെയ്തു, അന്ത്യത്തിൽ ലമ്മത്ത് കൊടുത്തു. ഇബ്രാഹിം എന്തായിരുന്നില്ല? യഹൂദി ആയിരുന്നില്ല. അതിന് പത്ത് കൊടുത്തു, തൻവീൻ ആയതുകൊണ്ട് അലിഫ് സപ്പോർട്ടിങ് കൊടുത്തു. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആയിരുന്നില്ല, ആയിരുന്നില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പാസ്റ്റ് ആണ്. അള്ളയെ പോലെ പണ്ടുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടായിരിക്കുന്നതുമായ അവസ്ഥയല്ല. ഇബ്രാഹിം കഴിഞ്ഞ വിഷയമാണ്. അപ്പൊ എന്ത് ചെയ്യാ? കാന വാസ്. അപ്പോ മാക്കാന ഇബ്രാഹിം, ഇബ്രാഹിം ആയിരുന്നില്ല. അപ്പൊ നേരത്തെ കഴിഞ്ഞുപോയ പ്രവാചകനായ ഇബ്രാഹിം ഉണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്ന വേദക്കാരോട് പറയുക, അത് ജൂതനും ക്രിസ്ത്യാനിയൊന്നും ആയിരുന്നില്ല എന്ന് പറയുക. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ. അപ്പൊ ഇത് നെഗറ്റീവ് യൂസേജിലും ഉപയോഗിക്കും. മാക്കാന ഇബ്രാഹിം യഹൂദിയൻ, ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല. കാരണം നാസ് ഉമ്മത്തുമായിട്ടും പറഞ്ഞു. ഇനി നമ്മൾ കാന ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ചില സന്ദർഭത്തിൽ കാനയുടെ രണ്ടാം ഭാഗത്തിനാണല്ലോ. കാനയുടെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ കാന ഉപയോഗിച്ച് എന്തിനെ പറഞ്ഞ വിഷയത്തെ കുറിച്ച് എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞതിനാണ് എന്ത് ചെയ്യേണ്ടത്? നെസ് ചെയ്യേണ്ടത്, അഥവാ പത്രത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോ ഇങ്ങനെ ശൃംഖല നമ്മൾ കണ്ണിങ്ങനെ ശ്രദ്ധിക്കണം. കാനഡ ഉപയോഗിച്ചിട്ട് ബാക്കി അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞോ, അതിന്റെ ഫൈനൽ സംഭവം പറഞ്ഞോ, അതിനാണ് എന്ത് ചെയ്യേണ്ടത്? പത്ത് കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ വായിച്ചു നോക്കുക. ഉദാഹരണമായിട്ട് സൂറത്ത് തൗബയിലായിട്ടാണ് അപ്പൊ കാൻ ഉപയോഗിച്ചിട്ട് എന്തിനാണ് പറഞ്ഞത്? ആബാഇനെ കുറിച്ചാണ്. അതിന് ലമ്മ കൊടുത്തു. വ അബിന ഉക്കും, വാ ചേർത്ത് ആബാഇനോട് ബന്ധപ്പെടുത്തി. അപ്പോ അബിനാഇനും ലമ്മ തന്നെയാണ്. വ യഹ്വാനുക്കും, വാ ഉപയോഗിച്ച് അതിനോട് ബന്ധപ്പെടുത്തി. അപ്പോ യഹ്വാനും ലമ്മ തന്നെയാണ്. വ അസ്വാജുക്കും, വാ ചേർത്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനും ലമ്മ തന്നെയാണ്. അഷീറത്തുക്കും, അതിനും ലമ്മ തന്നെയാണ്. അംവാലുൻ, അതിനും ലമ്മ തന്നെയാണ്. ഇഖ്തറഫ്തുമുഹ എന്നുള്ളത് അംവാലിന്റെ വിശദീകരണം. അപ്പൊ തിജാറത്തുൻ, അതിനും ലമ്മ തന്നെയാണ്. അപ്പൊ ഇൻകാന തിജാറത്തുൻ എന്നാണ് കേട്ടോ. തിജാറത്തുൻ തഖ്ശൗന കസാദഹ. അപ്പൊ തിജാറത്തിന്റെ വിശദീകരണമാണ്. തഖ്ശൗന കസാദഹ എന്ന് പറഞ്ഞാൽ മാന്യം സംഭവിച്ചു പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായ. തഖ്ശൗന, നിങ്ങൾ ഭയപ്പെടുന്നു, കസാദഹ അതിന്റെ മാന്യം. ഇത് നിങ്ങൾക്ക് അർത്ഥം പഠിക്കേണ്ടതല്ല, മറിച്ച് എന്താണ്? ഗ്രാമർ യൂസ് ചെയ്യുന്നു. എന്താണ്? തിജാറത്താണ് വിഷയം. ബാക്കി അതിന്റെ വിശദീകരണമാണ്. അത് നമ്മളെ വിഷയത്തിൽപ്പെട്ടതല്ല. വ മസാക്കിനു, അപ്പൊ ആബാഇനോടൊപ്പം മസാക്കീനെയും ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. മസാക്കിൻ എന്ന് പറഞ്ഞാൽ മസാക്കിനുമാണ്, മസാക്കീനല്ല. മസാക്കിൻ എന്ന് പറഞ്ഞാൽ മസ്കന്റെ ബഹുവചനം. മസാക്കിൻ താമസ സ്ഥലങ്ങൾ. തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ. അപ്പൊ മസാക്കിന്റെ വിശേഷണമാണ് അത്. തർലൗനഹ അതിന്റെ വിശദീകരണമാണ് തർലൗനഹ. അതും നമ്മുടെ വിഷയപ്പെട്ടതല്ല. മസാക്കിനുള്ള അമ്മുണ്ട്. അപ്പൊ മസാക്കിന് വരെയുള്ളതെല്ലാം എന്താണ്? കാനയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ആബാഇനോടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഹിഫ്ളാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ കാന ഉപയോഗിച്ചതിന്റെ റിസൾട്ട് അല്ല പറയുന്നത്, കാന ഉപയോഗിച്ചുള്ള സംഭവമാണ്. إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. അപ്പൊ ഇതേക്കുറിച്ച് എന്താ പറയുന്നത്? അഹബ്ബ, ഏറ്റവും സ്നേഹമുള്ളത് ഇതിലേക്കും നിങ്ങൾക്ക്. അപ്പൊ അഹബിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നെസ്ബ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ, ചിലപ്പം തുടക്കത്തിലുള്ളതിന്റെ കണക്ഷൻ അവസാനമായിരിക്കും വരിക. അപ്പൊ അവസാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നെസ്ബ് ചെയ്യേണ്ടത്. ഓക്കെ. അതേപോലെ മാക്കാൻ ഇബ്രാഹിം യഹൂദിയൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? നെഗറ്റീവ് ഉദാഹരണമാണ് അതിന്. അതേപോലെ വമാക്കാനൽ മുഅ്മിനൂന, ഇവിടെ എന്താണ്? ഊനയുള്ള പദം. അതായത് റഫ് കൊടുക്കുന്നിടത്ത് ഊന കൊടുക്കും. ലം കൊടുക്കുന്നിടത്ത് എന്താണ്? മുസ്ലിമൂന എന്ന് പറഞ്ഞിട്ട് ലം ചെയ്യപ്പെട്ടതാണ്, അഥവാ റഫ് കൊടുത്തതാണ്. കാനൽ മുഅ്മിനൂന. അപ്പൊ മാക്കാനൽ മുഅ്മിനൂന,
അക്കാനൽ മുഅ്മിനൂന. ഇവിടെ മാക്കാന എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. അക്കാനൽ മുഅ്മിനൂന, മുസ്ലിങ്ങൾ സത്വവിശ്വാസികൾക്ക് എന്തല്ല ആകാവതായിരുന്നില്ല, അല്ലെങ്കിൽ ആയിരുന്നില്ല. ലിയംഫിറു കാഫത്തൻ കൂട്ടായിട്ട് അവരെന്ത് ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടതില്ലായിരുന്നു. മറിച്ച് എന്ത് ചെയ്യണം? എംഫിറു കാഫത്തൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിന് പോകേണ്ടതില്ലായിരുന്നു. മറിച്ച് എന്ത് ചെയ്യണം? ഒരു ഭാഗം ഇൽമിനും വേണ്ടി നിലകൊള്ളണം. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി, വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം നിലനിൽക്കേണ്ടത്. അത് വേറെ കാര്യം പറയുന്നു. ഇപ്പൊ ഇവിടെ എന്താ? ലിയംഫിറു കാഫത്തൻ. ഇപ്പൊ മാക്കാനയുടെ ഉദാഹരണത്തിന് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള യൂസേജിന്റെ ഉദാഹരണം പറഞ്ഞു. അതേപോലെ കാന അക്സറുഹും മുശ്രിക്കീൻ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ബഹുവചനത്തിന് എന്ത് ചെയ്തു? മിനൂന എന്ന് ഊന കൊണ്ട് അമ്മർത്ത് കൊടുത്തു, അല്ലെങ്കിൽ റഫർ ചെയ്തു. അതേപോലെ ഇവിടെ എന്താണ്? കാന അക്സറുഹും. അപ്പൊ ഇവിടെ ലമ്മ കൊടുത്തു. അക്സറുഹും, അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരിൽ അധിക പേരും ആയിരുന്നില്ല. എന്തായിരുന്നില്ല? മുശ്രിക്കീൻ. അപ്പോ ഫത്തഹിന് പകരം ഈന കൊടുത്തു. കാന അക്സറുഹും മുശ്രിക്കീൻ. ജമ്മു മുദക്കർ സാലിമിൽ എന്ത് ചെയ്തു? ഈന കൊണ്ട് ഫത്ത് കൊടുത്തു. അതേപോലെ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അവരിൽ അധിക പേരും എന്തായിരുന്നില്ല? സത്യവിശ്വാസികളായിരുന്നില്ല എന്നും പറഞ്ഞുണ്ട്. ഇപ്പൊ എന്താണ്? അവിടെ എന്താണ്? നെഗറ്റീവാണ്. മാക്കാന അക്സറു. അക്സറിന് ലമ്മ കൊടുത്തു. പിന്നെ എന്താണ്? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളായിരുന്നില്ല. അതിൽ അധിക പേരും വിശ്വാസികളായിരുന്നില്ല. എന്തായിരുന്നില്ല? ഇപ്പൊ മാക്കാന വന്നപ്പം നേരത്തെ എന്താണ് എന്നാ പറഞ്ഞു. നെഗറ്റീവ് വന്നപ്പോ എന്തായി? എന്തായിരുന്നില്ല? അവരധിക പേരും വിശ്വാസികളായിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ മൊത്തം വിശ്വാസികളാകാത്തത്? നമ്മൾ കുറച്ച് ഒരാളോ രണ്ടുപേരല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ ഇതിൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, കുറേ ആൾക്കാർ എന്തുകൊണ്ടാണ് നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കാത്തത്? കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാവുള്ളൂ? കുറച്ചേ ഉണ്ടാവും. ബഹുഭൂരിപക്ഷം അക്സറുന്നാസി ഇല്ലാ ജയത്തിലൊന്നും. ഇപ്പൊ ബഹുഭൂരിപക്ഷം യാഹ്യമില്ലാത്തവരാണ്. അതേപോലെ ഓമാക്കാൻ അക്സറുഹും മുഅ്മിനീൻ. അവരിൽ അധിക പേരും വിശ്വാസികളായിരുന്നില്ല. അപ്പൊ മാക്കാന ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവരുടെ അധിക പേരെ കുറിച്ച്. അപ്പൊ മാക്കാന അക്സറുഹും, അവരധിക പേരും ആയിരുന്നില്ല. എന്തായിരുന്നില്ല? മിനീൻ, വിശ്വാസികളായിരുന്നു. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? ഫത്തഹിന് പകരം ഈന കൊണ്ട്, അല്ലെങ്കിൽ ഈന കൊണ്ട് നസ്ബ് ചെയ്തു. ഫത്തഹിന് പകരം ഈന വന്നു. അതേപോലെ ഇന്നഹു കാന തവ്വാബ. അപ്പൊ ഈ ഉദാഹരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇന്നഹു, തീർച്ചയായും അവൻ. അള്ളാഹെ കുറിച്ച് പറയാണ്. കാന. അപ്പൊ എന്ത് പറയണ അർത്ഥം? കാനയ്ക്ക് എന്താ അർത്ഥം പറയണം? നഹുക്കാന, തീർച്ചയായും അവനാകുന്നു. എന്താകുന്നു? തവ്വാബൻ. അപ്പൊ ഇവിടെ കാനയുടെ ഒന്നാം ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാന ഉപയോഗിച്ച് ആരെ കുറിച്ചാ പറയുന്നത്? നേരത്തെ ഇന്നഹു എന്ന് പറഞ്ഞു, തീർച്ചയായും അവനെന്ന്. പിന്നീട് കാനയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാന ഉപയോഗിച്ച് പറഞ്ഞ ഒരു നാമം അവിടെ ഇല്ല. മറിച്ച് പിന്നീട് തവ്വാബ് മാത്രമേ ഉള്ളൂ. അപ്പൊ കാനയുടെ അകത്തുള്ള സർവനാമമാണ് അതിന്റെ ഒന്നാം ഭാഗം. കാന ഹുവ എന്നാണ്. അവൻ ആകുന്നു. അപ്പൊ കാനയുടെ ഒന്നാം ഭാഗമായ ഹുവയാണ് അതിന്റെ ലമ്മ് ചെയ്യപ്പെട്ട പദം. അപ്പൊ അതിവിടെ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല. ഇനി പ്രത്യക്ഷത്തിൽ വന്നാലും ഹുവയ്ക്ക് ലമ്മ് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താണ്? സർവനാമങ്ങളെല്ലാം അന്ത്യം ഉറച്ചതാണ്. അപ്പോ ആ മറിഞ്ഞിരിക്കുന്ന ഹുവയാണ് അതിന്റെ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ അവനെ കുറിച്ച് എന്ത് പറഞ്ഞു? അവൻ എന്താണ്? തവ്വാബ, ഏറെ പശ്ചാത്താപം ചെയ്തിട്ട്. അപ്പൊ അതാണ് തവ്വാബൻ നെസ്ബ് ചെയ്തിട്ട് അവിടെ കാണുക.
ഫക്കാനത്ത് അബുവാബ. അപ്പൊ ഇവിടെ ഇന്നഹു കാന പറഞ്ഞ എന്തിനാണ്? അവിടെ പുല്ലിംഗത്തിന്റെ ഉദാഹരണമാണ്. ഇന്നഹു കാന. അപ്പൊ കാനയുടെ അകത്ത് ഹുവയുണ്ട്. ഹുവയാണ് ഒന്നാം ഭാഗം, അതിന് രണ്ടാം ഭാഗമാണ് തവ്വാബൻ. ഇവിടെ നോക്കുക, ഫുത്തിഹത്തി സമാഉ, ആകാശം തുറക്കപ്പെട്ടു. ഫക്കാനത്ത്, അത് ആയിത്തീർന്നു. എന്തായിത്തീർന്നു? അബുവാബൻ. അപ്പൊ കാനത്ത് ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു? നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ കാനയുടെ രൂപഭേദം. കാനത്ത് കാനയുടെ മറ്റൊരു രൂപഭേദമാണ്. കാന കാനു എന്നിട്ട് ഹുവ കാന ഹിയ കാനത്ത്, അവളായിരുന്നു. ഇവിടെ എന്താണ്? സമാ, ആ ആകാശം ആയിത്തീർന്നു കേട്ടോ, കാനത്ത്. അപ്പൊ അത് ആയിരുന്നു എന്നല്ല പറയാ. ഉപത്യത്തിൽ സമാ, ആകാശം തുറക്കപ്പെട്ടു. കാനത്ത്, അതായിത്തീർന്നു. അബുവാബൻ, എന്തായിത്തീർന്നു? അബുവാബൻ, വാതിൽ. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അർത്ഥം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ കാനയുടെ ഒന്നാം ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പൊ കാനത്തിന്റെ അകത്തുള്ള ഹിയയാണ് അതിന്റെ ഒന്നാം ഭാഗം. ഹിയ, അവൾ. ഹിയ എന്നുള്ള സർവനാമം കാനത്തിന്റെ അകത്തുണ്ട്. അതാണ് കാനയുടെ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗമാണ് അബുവാബ. എന്തായിത്തീർന്നു? അത് വാതായനങ്ങളായി തീർന്നു, അല്ലെങ്കിൽ കവാടങ്ങളായി തീർന്നു. ഓക്കെ, ഇതാണ് കാന വാഹ്വാത്തുകളുടെ കാനയുടെ സവിസ്തരമായ ഉദാഹരണ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കാനയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഖുർആന്റെ ഭാഗത്തിലേക്ക് പോകാം.